ഹായ്, ഞാൻ ഈ ദൈവത്തിന്റെ സ്റ്റോറീസ് പറയാൻ തുടങ്ങിയപ്പം എനിക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടിയൊരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാ ഈ അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ്. അന്ന് ഞാനത് അഡ്രസ്സ് ചെയ്തിട്ടില്ല, ഇന്ന് ഞാനത് അഡ്രസ്സ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പറയുന്ന ഒരു സ്റ്റോറീസും നിങ്ങൾ വിശ്വസിക്കണമെന്നോ ഇത് സത്യമാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വിശ്വാസമാണെന്നും ഞാൻ ഇതിൽ വിശ്വസിക്കുന്നുവെന്നും മാത്രമേ പറഞ്ഞുള്ളൂ. നൗ ദാറ്റ് ബീയിങ് സെഡ്, നിങ്ങൾ ചെറിയ കുട്ടിയായ സമയത്ത് മറ്റേ റാബിറ്റും ടോട്ടോയിസും റേസ് ചെയ്ത കഥ കേട്ടിട്ടില്ലേ? അന്ന് നിങ്ങളത് വിശ്വസിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വലുതാവുമ്പോൾ ഇതൊരു മോറൽ സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കും. കറക്റ്റ്. അതുപോലെ ഞാൻ ഈ പറയുന്ന സ്റ്റോറീസ് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ മാത്രമേ നിങ്ങൾക്ക് അത് ഇമ്പാക്റ്റഡ് ആവുള്ളൂ. ഞാൻ ഈ പറയുന്ന സ്റ്റോറീസ് മനസ്സിൽ സിനിമ പോലെ കാണുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ ഇമാജിനേഷൻ ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഞാൻ ഈ പറയുന്ന ക്യാരക്ടറിൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവരിട്ട ഡ്രസ്സോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇമാജിനേഷനിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഗോട്ട് ഇറ്റ്. പിന്നെ ചിലവർ ഈ സ്റ്റോറീസിന് എന്താ പറയുക, ലൈഫ് ലെസൺസ് ആക്കിയിട്ട് കാണും. അപ്പം ഓരോ കഥകളിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു അത് ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ആകും. അതുമല്ല, ഈ സ്റ്റോറീസ് ഒക്കെ ഒരു ഹിഡൻ മെസ്സേജസ് ആണ്. അതായത് നമ്മളുടെ ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹിഡൻ ആയിട്ടുള്ള ഓരോ ഇന്റർപ്രിട്ടേഷൻസ് ആണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്ററി സോൾവർ ആകും. നിങ്ങൾ എങ്ങനെയാണോ ഈ സ്റ്റോറി കാണുന്നത് അതുപോലെ മാത്രമേ ഈ സ്റ്റോറീസ് നിങ്ങളെ ഇമ്പാക്ട് ചെയ്യൂ. പിന്നെ വേറെ ഞാൻ കാണുന്നത് ഈ സ്റ്റോറീസ് നമ്മളുടെ ലൈഫായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉള്ളതാണ്. നമ്മളുടെ ലൈഫിലെ ക്വാളിറ്റി, നമ്മളുടെ ചിന്തയുടെ ക്വാളിറ്റി ഇതൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, രാമായണത്തില് ശ്രീരാമൻ ഒരു രാജകുമാരനാണെങ്കിലും മറ്റേ രാവണനായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് കാട്ടില് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നതായിരുന്നു. അവരുടെ ടീം, അതായത് അവരുടെ ആർമിയിൽ വാനരസേന മാത്രമേ മാസീവായിട്ട് ഉണ്ടായുള്ളൂ. അതേസമയം രാവണൻ 10 തലയുള്ള ഒരു അതിശക്തമായിട്ടുള്ള ഒരു രാക്ഷസനായിരുന്നു. അവരുടെ ടീമില് അഹിരാവനും കുംഭകർണനും പോലത്തെ ഭയങ്കര രാക്ഷസന്മാരായിരുന്നു ഉള്ളത്. പക്ഷേ എന്നിട്ടും ഒരു സാധാരണ മനുഷ്യനെ പോലത്തെ ശ്രീരാമനാണ് ജയിച്ചത്. എന്താ കാരണം? ഐ തിങ്ക് ദ മെസ്സേജ് ഇസ് ദാറ്റ് നിങ്ങളുടെ ഉള്ളില് സത്യം അല്ലെങ്കിൽ നല്ലത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ മോശം എത്ര ശക്തിയുള്ളതായാലും എത്ര പവർഫുൾ ആയാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ മാത്രമേ ജയിക്കൂ എന്നുള്ള മെസ്സേജാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്റ്റോറീസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടന്നു. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അതായിട്ട് ഒരു കണക്ഷനും ഇല്ല. പിന്നെ സ്പ്രെഡിങ് ഓഫ് അന്ധവിശ്വാസം, നിങ്ങൾ ഇതൊരു അന്ധവിശ്വാസമായി കണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ അവഞ്ചേഴ്സ് ആയാലും മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക ആയാലും എക്സ്മെൻ ആയാലും ഇതൊന്നും കാണരുതല്ലോ. അതൊക്കെ അന്ധവിശ്വാസമല്ലേ? ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ മ്യൂട്ടൻസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെന്നും നമ്മളുടെ ആ സൊസൈറ്റിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ഗോഡ് നോസ്. അതും വെച്ചിട്ട് ഈ സിനിമകളൊന്നും കാണിക്കാതിരിക്കുന്നില്ലല്ലോ. സോ അതിൻ്റെ അകത്തുള്ള മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക അയൺമാനിന് പകരം ശ്രീരാമനും കൃഷ്ണനായിട്ട് കണ്ടു. എന്താ പറയുക, നിങ്ങൾക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല. സോ അൾട്ടിമേറ്റ്ലി ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന സ്റ്റോറീസ് എല്ലാവർക്കും ഗുണമാവണമെന്നില്ല. പക്ഷേ ഐ എം ഷുവർ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവും ഈ സ്റ്റോറീസ് കേട്ട് എന്താ പറയാ എൻജോയ് ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ചെറുതോ വലുതോ ആയിട്ട് ഗുണം ചെയ്യുന്നത്. കാരണം എൻ്റെ അമ്മ ഈ സ്റ്റോറീസ് ചെറുപ്പത്തിൽ പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ ഇമാജിനേഷൻ ഇത്രയും വളർന്നതും എനിക്ക് ക്രിയേറ്റിവിറ്റി വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എൻ്റെ സ്റ്റോറീസിനെ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. ഗോട്ട് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.